വെൽക്കം ബാക്ക് ടു അനോറ ഇൻസൈറ്റ് സീരീസ്. ഗ്യാരി ചാപ്മാൻ്റെ 4 സീസൺസ് ഓഫ് മാരേജ് അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഗ്യാരി ചാപ്മാൻ പറയുന്നത് ഒരു മാരേജിൽ അല്ലെങ്കിൽ ഒരു കപ്പിൾ റിലേഷൻഷിപ്പിൽ 4 സീസൺസ് ഉണ്ടെന്നുള്ളതാണ്. സ്പ്രിങ്, സമ്മർ, ഓട്ടം, വിൻ്റർ. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. സ്പ്രിങ് സീസൺ അങ്ങനെയാണ് നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് പോകുന്നതെങ്കിൽ ആ ഒരു സീസണിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. നമ്മൾ വിചാരിക്കും ദൈവം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്ന ഒരു പാർട്ട്ണറെയാണ് നമുക്ക് തരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ റിലേഷൻഷിപ്പിലോട്ട് കടക്കുമ്പോൾ നമ്മുടെ പാർട്ട്ണറിൻ്റെ നല്ല വശങ്ങൾ മാത്രം കാണുകയും നമ്മുടെ ലൈഫിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്യും. അതാണ് നമ്മൾ സ്പ്രിങ് സീസൺ എന്ന് ചാപ്മാൻ പറയുന്നത്. അടുത്തത് സമ്മർ സീസണാണ്. സമ്മർ നമുക്കറിയാം ബ്ലൂമിങ് ആണ്, ഹണിമൂൺ പീരീഡ് അതൊക്കെ വന്ന് ഇവർ തമ്മിലുള്ള ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഇൻറ്റിമസി ഒക്കെ കൂടുന്ന പീരീഡാണ്. കുട്ടികൾ ഉണ്ടാവുന്നു, ആ ഒരു നർച്ചറിങ് അതൊക്കെ നടക്കുന്ന ഒരു പീരീഡാണ്. എങ്കിലും ചെറുതായിട്ട് മനസ്സിലാകാൻ തുടങ്ങും. ഞാൻ വിചാരിച്ചതുപോലെ അത്ര ഒരു 100% ഒരു പെർഫെക്റ്റ് ഓർ മാച്ചിങ് അല്ല എൻ്റെ പാർട്ട്ണർ എന്ന് മനസ്സിലാക്കുമെങ്കിലും ആ ഡിഫറൻസസ് ഒക്കെ അങ്ങ് ഫോർഗോ ചെയ്യുന്ന ഒരു സീസണാണ് സമ്മർ എന്ന് പറയുന്നത്. ചാപ്മാൻ പറയുന്നത് ഒരു മാരേജും ഒരു റിലേഷൻഷിപ്പും സ്റ്റാഗ്നൻ്റ് അല്ല, സ്റ്റേബിൾ അല്ല. നമ്മൾ ഈ എല്ലാ സീസൺസിൽ കൂടെയും മാറി മാറി പോയിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഓട്ടം സീസൺ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഡിഫറൻസസ്, എൻ്റെ പാർട്ട്ണർ ഞാൻ വിചാരിച്ചതുപോലെ അല്ല എന്നുള്ളത് കുറച്ചുകൂടി ഒന്നും കൂടെ ഇവർക്ക് ഉറപ്പാകും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുട്ടികൾ വലുതാകും, അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറും. അപ്പം തന്നെ നമ്മൾ റോൾസ്, പേരൻസ് എന്നുള്ള ആ റോളൊക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യും. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുന്നതോടെ സ്പ്രിങ് സീസണിൽ നമുക്കുണ്ടായിരുന്ന എക്സ്പെക്റ്റേഷൻസ് കുറേയൊക്കെ നമ്മൾ വേണ്ടാന്ന് വെക്കും. അതിനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ നമ്മളത് വേണ്ടാന്ന് വെച്ച് മറ്റേ ആളെ ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന പോലെ പോയിക്കൊണ്ടിരിക്കും. അടുത്തത് പറയുന്നത് വിൻ്റർ സീസണാണ്. വിൻ്റർ സീസണാണ് നമ്മൾ ഏറ്റവും ഒരു സപ്പോർട്ട് എടുക്കേണ്ട സീസൺ എന്ന് പറയുന്നത്. നമ്മുടെ റിലേഷൻഷിപ്പ് ഏറ്റവും മോശമാവുന്ന ഒരു അവസ്ഥയാണ് വിൻ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡ്രീംസ് എല്ലാം പോയി, എന്തിനോ വേണ്ടി ജീവിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങളിത് റിപ്പയർ ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ അവർ പറയും ഇനി ഇങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും പോയാൽ മതി മാഡം, ഒന്നും വേണ്ട എന്നുള്ള രീതിയിലാണ് ആൾക്കാർ തിരിച്ചു പറയാറുള്ളത്. അതായത് അവർക്ക് ഡ്രീംസ് ഇല്ല, പ്രതീക്ഷകളില്ല, ഇൻറ്റിമസി ഇല്ല, ഒരുമാതിരി ഡ്രൈ ആയിട്ടുള്ള ഒരു ലൈഫിൽ ഇങ്ങനെ എന്തിനോ വേണ്ടിയിട്ട് ജീവിക്കുന്ന പോലെയാണ് വിൻ്റർ സീസണിൽ ജീവിക്കുന്നത് എന്നാണ് ചാപ്മാൻ പറയുന്നത്. അപ്പോൾ ഈ വിൻ്റർ സീസൺ എന്ന് പറയുന്ന ആ റെഡ് ഫ്ലാഗ് നമ്മൾ അഡ്രസ്സ് ചെയ്താൽ നമുക്ക് ഡെഫിനറ്റ്ലി സ്പ്രിങ് സീസണിലോട്ട് പോയിട്ട് നമ്മുടെ ലൈഫ് ഫ്ലറിഷ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കപ്പിൾസ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കപ്പിൾ തെറാപ്പി എടുക്കുക. അതിനകത്തിൽ ഗ്യാരി ചാപ്മാൻ്റെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കൺസെപ്റ്റ്സ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ഈ സീസൺസ് ഓഫ് മാരേജ് വളരെ കളർഫുള്ളായിട്ട് എക്സൈറ്റിംഗ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. താങ്ക് യു സോ മച്ച്.